ഹായ് ഫ്രണ്ട്സ്, കാളിദാസൻ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ചെറിയ കോഡൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. കൃതികളിൽ നാടകം ഓർക്കാനുള്ള കോഡാണ് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ പ്രധാനിയായിരുന്നു കാളിദാസൻ. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ പ്രധാനിയായിരുന്നു കാളിദാസൻ. അപ്പം നവരത്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാളിദാസൻ, അമരസിംഹൻ, ഘടകർപ്പരൻ, വരാഹമിഹിരൻ, ക്ഷപണകൻ, ശംഖു, വേതാളഭട്ടി, ധന്വന്തരി, വരരുചി ഇവരായിരുന്നു നവരത്നങ്ങൾ. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസനാണ്. ഇന്ത്യൻ കവികളിൽ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് കാളിദാസനാണ്. വിദേശ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ നാടകം അഭിജ്ഞാന ശാകുന്തളമാണ്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസൻ്റെ കൃതിയാണ് രഘുവംശം. ആദ്യ സന്ദേശകാവ്യമായ മേഘസന്ദേശം അഥവാ മേഘദൂത് രചിച്ചത് കാളിദാസനാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നോക്കാം. മേഘസന്ദേശം, രഘുവംശം, കുമാരസംഭവം, ഋതുസംഹാരം, അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം ഇവ മൂന്നും നാടകമാണ്. അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം ഇവ നാടകമാണ്. അപ്പോൾ ഇത് നാടകമാണെന്ന് എങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ശകുന്തള മിത്രമായ ഉർവശിയെയും കൂട്ടി നാടകത്തിന് പോയി. നാടകം കാണാൻ പോയി. അങ്ങനെയൊന്ന് കണക്ട് ചെയ്യുക. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.